ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഉള്ളൊരു നൈറ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും ഒന്നും ഇല്ല ഗൈസ്, വല്ലപ്പോഴുമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി കുക്ക് ചെയ്യുമ്പോൾ രസമല്ലേ. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴാണ് അമ്മ അവിടെ ആക്ഷനൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ അമ്മയാണ് വൈകുന്നേരം ആയപ്പോൾ മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അന്നേരം എന്നോട് പറയുന്നുണ്ട്, രേഷ്മേ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല വീഡിയോ ഒക്കെ എടുക്കുന്നത്, പിന്നെ എൻ്റെ ഈ വീഡിയോസ് ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മിക്കവാറും എനിക്ക് വഴക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാപ്രി വന്നിട്ടുണ്ട്, എന്തുവാന്നൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. അവിടെ ഇരുന്ന് ഇഞ്ചി കഷ്ണം എടുത്ത് കടിച്ചു കഴിഞ്ഞപ്പോൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയാണ് ഗൈസ് ഇപ്പോൾ. എന്നിട്ട് ഞങ്ങളതും പറഞ്ഞ് കളിയാക്കണം. എന്നിട്ട് അമ്മയോട് പറയുവാണ് ഇത് അമ്മ തിന്നാനെന്നും പറഞ്ഞ് അമ്മയുടെ ഇഞ്ചി കഷ്ണം കൊണ്ട് കൊടുക്കുകയാണ്. അമ്മൂമ്മ തിന്നിട്ട് പോയാൽ മതി എന്നുള്ള ബഹളമാണ് അവിടെ നടക്കുന്നത്. അമ്മ ദേ ഓട്സ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ദോശ, ഷുഗറുകാർക്കൊക്കെ പറ്റിയ, അമ്മയ്ക്ക് ഷുഗറുള്ളതുകൊണ്ട് ഷുഗറുകാർക്കൊക്കെ പറ്റിയ സ്പെഷ്യൽ ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ അരിദോശയുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന്, ഞങ്ങൾ 3 പേരോടെ പറഞ്ഞാൽ അവർ 2 പേരോടാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ അറ്റത്ത് വീഡിയോ പിടിക്കാൻ വേണ്ടി ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പാത്രം കഴുകുന്ന ഡ്യൂട്ടി ഉണ്ട്. അപ്പം എന്താ, കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് ചീസൊക്കെ വെച്ചിട്ടൊരു ബ്രെഡിനകത്ത് വെച്ചിട്ടൊരു സാൻഡ്വിച്ച്, ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. ഭയങ്കരമായിട്ട് വിശപ്പ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ കഴിക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് എന്താണ് മറ്റേ ദോശയുടെ മസാല ദോശയുടെ മസാല പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അവരവിടെ ചീസ് കൊണ്ട് വെച്ച് അതിനകത്തുനിന്ന് ഞാനൊരു കഷ്ണം എടുത്തിട്ട് ഗൈസ്, അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ അതിനകത്ത് വെക്കുന്നത്. അതിൻ്റെ കുറച്ച് കാൽഭാഗം എടുത്തിട്ട് ഞാനൊക്കെ കിഴങ്ങ് പുഴുങ്ങിയതുമായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയും, ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റത്തില്ല, ഓട്ടനെ വന്ന് എടുത്തങ്ങ് തിന്നു, ഇവൾ മഞ്ചം തിന്നാത്ത കോമ്പിനേഷനൊക്കെ തിന്നുന്നതെന്ന് ഏട്ടൻ എന്നെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഗൈസ്. ടാറ്റാ.